പ്രതിസന്ധികൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ നമുക്ക് അഭയം ചൊല്ലാൻ കഴിയുന്ന ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ധന്യനായ യേശുക്രിസ്തു നിസ്തുല്യമേറിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. സർവ്വകൃപാലുവായ ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർമാനമായിട്ടുള്ള വേദപഠനം നമ്മുടെ ഹൃദയത്തിൽ നൽകുന്ന പ്രകാശനം എത്രയോ വിലപ്പെട്ടതാണ്. ഒരു ആത്മീയന്, ഒരു ദൈവവൈതലിന് അവന്റെ അനുദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവവചനം വായിക്കുക, ധ്യാനിക്കുക, പഠിക്കുക എന്നതൊക്കെ. ഒരു ക്രിസ്തീയ ജീവിതം എങ്ങനെ ക്രിയാത്മകമായി നയിക്കാൻ കഴിയും, ഒരു ക്രിസ്തീയ ജീവിതം എങ്ങനെ മാതൃകാപരമാക്കാൻ കഴിയും, അതെല്ലാം നമുക്ക് വിശുദ്ധ വേദപുസ്തകം നൽകുന്ന പ്രകാശനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇന്നു മുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് യോവേൽ പ്രവാചകന്റെ പുസ്തകമാണ്. യോവേൽ പ്രവാചകന്റെ പുസ്തകം വളരെ ഹൃദ്യമായ പ്രവചനങ്ങൾ, പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിലുള്ള പ്രവചനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രസക്ത ഭാഗങ്ങളാണ്. യോവേൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ യഹോവയാണ് ദൈവം എന്നതാണ്. നമ്മെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് എക്കാലം നമ്മുടെ പേരുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മുടെ ജീവിത ചൈരികൾ കൊണ്ടും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയാകട്ടെ, ഉപജീവന മാർഗരംഗങ്ങളാകട്ടെ, ശുശ്രൂഷ മേഖലകളാകട്ടെ, ഏത് മേഖലയാകട്ടെ, സാമൂഹ്യ പ്രതിബദ്ധതയേറിയ മേഖലയാകട്ടെ, എവിടെയും ദൈവത്തെ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. യഹോവ തന്നെ ദൈവമെന്ന് സ്ഥാപിക്കാൻ നമ്മെ കൊണ്ട് കഴിയുക എന്നുള്ളത് ഏറ്റവും വിലപ്പെട്ട കാര്യമാണ്. ഈ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം നശിക്കപ്പെടുന്ന ജനത്തിന് ഒരു മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവ് അവരിലേക്ക് വന്നിട്ട് അവരെ മറ്റൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കുന്നു എന്നുള്ളതാണ്. തൻ്റെ ആത്മാവിനാലുള്ള പണിതെടുപ്പ്, ആത്മാവിനാലുള്ള പ്രവൃത്തി ഈ പ്രവചന പുസ്തകത്തിൽ നന്നായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ആത്മീയ പ്രവൃത്തിക്ക് വേണ്ടി എക്കാലവും കൊതിക്കുന്ന കാലഘട്ടത്തെ തിരിച്ചുവിടുന്ന, ഒരു കാലഘട്ടം നാശത്തിന്റെ കാലഘട്ടമാണെങ്കിൽ, വേദനയുടെ കാലഘട്ടമാണെങ്കിൽ, തകർച്ചയുടെ കാലഘട്ടമാണെങ്കിൽ, ആ കാലഘട്ടത്തെ തിരിച്ചുവിടാൻ കഴിവുള്ള പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ ആത്മാവിന്റെ പ്രവൃത്തിയുടെ കാലഘട്ടത്തെ വാഞ്ചിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു മടങ്ങിവരവ് ആവശ്യമാണ്. സാധാരണ മടങ്ങിവരവല്ല, ഉപവാസത്തോടെ കണ്ണുനീരോടെയുള്ള ഒരു നിലവിളികൾ നിറഞ്ഞ മടങ്ങിവരവ് അനിവാര്യമാണ്. എന്തുകൊണ്ട്? ജീവിതത്തിന്റെ നല്ല വശങ്ങൾ തകർന്നടിയുമ്പോൾ, ജീവിതത്തിൽ ഉണ്ടായിരുന്നെല്ലാം നഷ്ടപ്പെടുമ്പോൾ, പലപ്പോഴും പലതിലും പഴിചാരി പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുറവുകൾ മുഖേനയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നുള്ള ബോധ്യത്തിലേക്ക് കൊണ്ടുവരാനാണ് യോവേൽ പ്രവാചകൻ തന്റെ പ്രവചനത്തിലൂടെ ശബ്ദം ഉയർത്തി നമ്മളോട് പറയുന്നത്. മൂപ്പന്മാരാകട്ടെ, ദേശത്തിലെ സകലവാസികളുമാകട്ടെ, തലമുറകളാകട്ടെ, അർത്ഥാൽ വിവാഹം കഴിച്ച് മണിയറയിൽ പ്രവേശിച്ചിരിക്കുന്ന മണവാളിനും മണവാട്ടിയുമാകട്ടെ, അവരത് വിട്ട് പുറത്തു വരണം. എന്നിട്ട് നിലവിളിക്കണം. എല്ലാവരും, സമസ്ത ജനം ഒരുപോലെ നിലവിളിക്കണം, രട്ടുടുത്ത് നിലവിളിക്കണം. പുരോഹിതന്മാരെ മാറ്റി നിർത്തുന്നില്ല, അവരും വിലപിക്കണം. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നാളെ ഒരു വലിയ വിടുതൽ അനിവാര്യമാണ്. ബഹുമാന്യരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പ്രതിസന്ധികൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ നമുക്ക് അഭയം ചൊല്ലാൻ കഴിയുന്ന ഏക മാർഗം നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. വളരെ ഹൃദ്യമായ ഒരു പഴമൊഴിയാണത്, പക്ഷെ അതൊരു അർത്ഥമുണ്ട്. ഒരു സഹിക്കാൻ വഴിയാത്ത പ്രതിസന്ധികൾ, മനുഷ്യനെ അഭിമുഖീകരിക്കുന്നതിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ, ഇതിനെയൊക്കെ അതിജീവിക്കണമെങ്കിൽ ഉയരത്തിലെ ശക്തി അനിവാര്യമാണ്. ആ ശക്തിക്ക് വേണ്ടി എന്ത് ചെയ്യണം? സഭ കരയണം, ദേശം കരയണം, നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ കരയണം. അങ്ങനെ കരഞ്ഞ ഒരു ദേശത്തിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി അയച്ചിട്ട്, ആമേൻ, ആത്മാവിന്റെ വലിയ നിയോഗങ്ങൾ കൈമാറിയിട്ട് എന്തെല്ലാം നഷ്ടപ്പെട്ടോ, എന്തെല്ലാം തിന്ന് നശിപ്പിച്ചു കളഞ്ഞോ, തുള്ളൽ ശേഷിപ്പിച്ചത് വെട്ടിക്കിളി തിന്നു, വെട്ടിക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴി തിന്നു. അങ്ങനെ തിന്ന് തിന്ന് ശേഷിപ്പിക്കപ്പെട്ട ആ സാധ്യതകളിൽ നിന്ന് ദൈവം വീണ്ടും പലതിനെയും മുളപ്പിക്കുകയാണ്. പലതിലേക്കും, അഭിവൃദ്ധിയിലേക്കും നന്മയിലേക്കും ആ ദേശത്തെ കൊണ്ടുവരികയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? നിലവിളിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ പകർന്നുകൊണ്ട്. ബഹുമാന്യരെ, നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ, വേദനകൾ വരുമ്പോൾ ആത്മാവിനാലുള്ള ഒരു അതിജീവനം കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, നിലവിളികളോടെ ദൈവത്തിലേക്ക് അടുത്തു വരാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.